വിഷ്ണു ചേട്ടാ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞങ്ങളേ ഈ റേഡിയോ ഇവിടെ ഉണ്ടെന്ന് കേട്ടറിഞ്ഞ് വന്നതാ. അത്രയും പഴക്കമുള്ള റേഡിയോ കൈ കിട്ടിയതല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാന്നോർത്ത് വന്നതാ. എന്റെ ഒരു യാത്രയല്ല, ഒരു വീടിന്റെ സൈഡിൽ ഒരു പശുക്കൂട്ടിൽ കിടന്ന സാധനം. ഈ മുതല് WD-40 ഒക്കെ ഒഴിച്ച് റെഡിയാക്കി ബ്രഷ് ചെയ്തൊക്കെ ഇതെടുത്തത്. അതുകൊണ്ട് ഇത്ര സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. തുരുമ്പിച്ചാ കിട്ടിയത്. 20-25 ദിവസം ഇതിന്റെ പുറകെ മെനക്കെട്ടാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യിക്കുന്ന പരുവത്തിലോട്ടാക്കിയത്. ചെറുതായിട്ടൊരു പച്ചക്കളർ. ഇത് ഓഫ് ചെയ്താൽ പോയി. ഓൺ ഓഫ് സ്വിച്ച് ആണ്. ഈ ഓൺ ഓഫ് സ്വിച്ച് തന്നെയാണ് ഇതിന്റെ ടോൺ കൺട്രോൾ. രണ്ടാമത്തെ സ്വിച്ച് ആണ് ഇതിന്റെ വോളിയം കൺട്രോൾ. ഇത് ബാൻഡാണ്. 3 ബാൻഡുകളാണ് ഉള്ളത്. മീഡിയം വേവ്, ഷോർട്ട് വേവ് 1, ഷോർട്ട് വേവ് 2. ഇങ്ങനെ 3 ബാൻഡുകളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഇതിന്റെ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഗ്യാങ് കൺട്രോൾ ആണ്. ഈ സ്വിച്ച് ഒക്കെ വർഷങ്ങൾ ഇതിന്റെ കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ ഒന്നും അവൈലബിൾ അല്ല. കളഞ്ഞ സാധനം ആക്രിക്ക് കൊടുക്കാനായിട്ട് വാരിയിട്ടിരിക്കുക. അപ്പൊ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഞാൻ അതിനകത്തും തപ്പിപ്പെറുക്കി ഭാഗങ്ങളെല്ലാം കുറച്ച് കിട്ടി. എന്നിട്ട് ഒരു ചാക്കിനകത്ത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതിന്റെ നെറ്റ് ഒന്നും ഫ്രണ്ടിലേ ഇല്ലായിരുന്നു. ഈ നെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി അലഞ്ഞ് നടന്നൊക്കെ ഈ നെറ്റ് കിട്ടിയത്. പൊന്മുട്ട ഇടുന്ന താറാവാണല്ലേ. ഇതൊക്കെ ഒന്ന് കണ്ടു കിട്ടണം തന്നെ നമ്മള് പാടുപെടും. പഴയ ജാനകിരാമന്റെ ബുക്കുകളൊക്കെ വെച്ച് നോക്കി ഇത് ഞാൻ ഈ പരുവത്തിലാക്കി എടുത്ത് കേൾപ്പിക്കുന്ന പരുവത്തിലാക്കി എടുത്ത്. ചേട്ടൻ ഇതിന്റെ പണിയെല്ലാം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? അതെ, കുറച്ചൊക്കെ അറിയാം. ഇന്നത്തെ കാലത്ത് IC ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് വാൽവാണ്. വാൽവ് കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് ട്രാൻസിസ്റ്റർ ആണ്. ഇപ്പം ICക്കും ട്രാൻസിസ്റ്ററും മുമ്പുള്ളതാണ്. ഏതാ മേട് വരുന്നത്? ഇത് മർഫി. പണ്ട് കാലത്ത് ബ്രിട്ടീഷ് മർഫി എന്നായിരുന്നു ഇത് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇറക്കുമതി അന്നത്തെ കാലത്തെ ഈ വുഡൊക്കെ അവരുടെ തന്നെ ഒറിജിനലാ. പഴയ കാലത്തെ അഴിച്ചെടുപ്പൊക്കെ ഒരു ഇത് കണ്ടോ. ഇതിന്റെ ഡീറ്റെയിൽ അല്ല ഇതേലോ. ഇവിടെ അസംബിൾ ചെയ്താണ്. പക്ഷെ ഇതിനകത്തെ സ്പെയറുകളും സാധനങ്ങളും ഒക്കെ അന്ന് വിദേശത്തുനിന്നും ഈ ബ്രിട്ടീഷ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇതൊന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഇല്ല. ഇതെല്ലാം ദ്രവിച്ച് അവിടെ കിടന്നിരുന്ന. ഞാനിതെടുത്ത് ചിരണ്ടി റെഡിയാക്കിയൊക്കെ എടുത്തതാണ്. ഇത് വാൽവുകളാണ്. 1, 2, 3, 4, ഇത് കണ്ടോ 5. ഇത് മാജിക് വാൽവാണ്. പിന്നെ ഇത് ഓണായി വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെയൊന്നും ഒരു 5-10 മിനിറ്റ് എടുക്കും. ഇത് ഈ വാൽവുകളെല്ലാം ചൂടായി വരണം. ഈ വാൽവിന്റെ ഉപയോഗം ശരിക്കും എന്താ? അപ്പൊ ഇപ്പോഴത്തെ പുതിയ ട്രാൻസിസ്റ്ററുകളും ICകളും ചെയ്യുന്ന പരിപാടി അന്ന് വാൽവുകൾ വെച്ചാ ചെയ്തിരിക്കുന്നത്. വാക്വം ട്യൂബ് ആണ്. ഇത് ഫെറൈറ്റ് റോഡാണ്. ഇതെന്നാണ് ഈ ഓസിലേറ്റർ കോയിലായി 2 ഓസിലേറ്റർ കോയിലാണ്. ഈ ഫെറൈറ്റ് റോഡ് ഇട്ടാണ് ആന്റിനയുടെ ഒക്കെ കണക്ഷൻ പോകുന്നത്. അപ്പൊ ആന്റിനയുടെ ലൈൻ ഇതാണ്. ഇത് ആന്റിന ലൈനാ. അതായത് നമ്മൾ ആ കവറിൽ നോക്കിയാൽ അറിയാം. ഈ കവറിൽ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതുണ്ടോ ആന്റിന. അന്ന് ഈ പിന്നുകളാകും. ഇന്നിപ്പോ കിട്ടാനില്ല. അന്ന് ഈ പിന്നുകൾ ഇതൊരെണ്ണം എർത്ത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മള് ഔട്ട് എടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഇതിനും നമ്മുടെ EP പിന്നാണ്. അതുപോലെ തന്നെ ഈ 5 വാൽവുകൾക്കും പ്രത്യേകതകളുണ്ട്. ആംപ്ലിഫയർ വാൽവുകളുണ്ട്. ഇന്നത്തെ പോലെ ട്രാൻസ്ഫോമറുകളോ SMPSകളോ DC ആക്കാനില്ല. അന്ന് വാൽവുകളാണ് AC-യിൽ നിന്നും DC ആക്കുന്നത്. വാൽവുകൾ ആ ജോലിയും ചെയ്തിരുന്നു അന്നത്തെ കാലം. അപ്പൊ അങ്ങനെ 5 വാൽവുകൾ അതിനകത്തുള്ള. ഇതിനകത്ത് ഓഡിയോ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വാൽവുകളുണ്ട്. ഓസിലേറ്റർ വാൽവായത് EC84 എന്നൊക്കെ പറയുന്ന വാൽവുകളാണ്. EC84 എന്ന് പറയുന്ന ഓഡിയോ ഔട്ട്പുട്ടിന്റെ വാൽവാണ്. ഇതാണ് ഓഡിയോ. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയും ഈ വാൽവുകൾ കിട്ടാനില്ല. ചിലപ്പോ ചില ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും. പഴയ റേഡിയോയുടെ ഒക്കെ കളക്ഷൻസ് ഉള്ളവരുടെ ഇതുമായിട്ട് മാച്ച് ആവുമോ നമുക്ക്? ഈ നമ്പറുകൾ കറക്റ്റ് ആണ്. EC84, EF89 ഇങ്ങനെയൊക്കെയുള്ള വാൽവുകൾ. അതുപോലെ ECH81, ECH81 ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. ഒറിജിനൽ സ്പീക്കർ തന്നെയാണ്. ഇത് അതിന്റെ സ്പീക്കർ. അന്നത്തെ കാലത്തെ സ്പീക്കറാണ്. ഇപ്പോഴത്തെ നമുക്ക് JBL, RCA അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ഇല്ല അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്താലോ? പിന്നെന്താ, ഓണായി കാണാം. പിന്നെ കാണാം. ഓൺ ചെയ്ത് കുറച്ചു നേരം ഇടണം അല്ലേ? ഒരു 5 മിനിറ്റ് എങ്കിലും വേണം ഇത് ആയി വരാൻ. അതായത് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഈ വാൽവുകളൊക്കെ കത്തി തുടങ്ങും. ഈ ലൈറ്റ് അങ്ങ് അണച്ചാൽ മതി. ഇത് ഈ വാൽവുകളെല്ലാം തെളിഞ്ഞു വരും. അകത്ത് തൊടല്ല, ബോഡിയെ വരെ കറണ്ട് ഉണ്ടല്ലേ. ഇത് കണ്ടോ, ഇതിന്റെ ബോഡിയിലൊക്കെ കറണ്ട്. അതായത് ന്യൂട്രൽ ഇതിന്റെ ബോഡിയാ. ഇപ്പൊ നമ്മൾ ടെസ്റ്റർ കത്തി കാണിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ കത്തി കാണിക്കുന്ന കണ്ടില്ലേ. നമ്മളിതിന്റെ പവർ കോഡ് ഒന്ന് തിരിച്ചു കുത്തിയാൽ ഇതിപ്പോ നമ്മൾ തിരിച്ചു കുത്തുക. പോയില്ലേ? തിരിച്ചു കുത്തും മാറും. ഇതാണ് ഇതിന്റെ സ്റ്റേഷൻ. നമ്മൾ സ്റ്റേഷൻ തിരിക്കുന്ന സാധനം ഇതിലാണ്. നമ്മൾ വെളിയിൽ തിരിക്കുമ്പോ ഈ സാധനമാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും വലിയ സാധനം ഇതെല്ലാം എല്ലാം ബോഡിയെ കറണ്ട്. കുഴപ്പം അത് തന്നെ, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഷോക്ക് ഏൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.
ഇത് പണ്ട് മുതൽ ഇതില് വർക്ക് ചെയ്യുമ്പോൾ അകത്ത് കറണ്ടാ അകത്ത് കറണ്ടാ അല്ലേ? ഇത് അതെന്താണെന്ന് വെച്ചാല് ഉണ്ടാക്കിയപ്പോഴും ഉണ്ടാക്കിയപ്പോഴും കറണ്ട് ആണെന്ന് വെച്ചാൽ ഇതിന്റെ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു, ഇതിന്റെ വാൽവുകളാണ് AC യെ DC ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇന്നത്തെ പോലെ ട്രാൻസ്ഫോമറുകളല്ല, വൈൻഡിങ് ട്രാൻസ്ഫോമറുകളാണ് ഔട്ട്പുട്ടിൽ DC യെ വരുള്ളൂ. അതെ. ഇത് DC ആക്കാനായിട്ട് വാൽവുകൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഓ. ഈ ബോഡിയിലും കറണ്ട് വരും. ഓക്കെ. പതിയെ കത്തി കത്തി വരുന്നുണ്ട്. ഇത് IFT-കളാണ് കേട്ടോ. ട്രാൻസിസ്റ്റർ റേഡിയോ വന്നപ്പോഴത്തേക്കും IFT എന്ന് പറയുന്ന സാധനം ദേ ഈ വലുപ്പമായിട്ട് മാറി. ടെക്നോളജിയുടെ വികസനം അത് തന്നെ ചെറുതായി ചെറുതായി ഇപ്പം ഒരു തള്ളവരലിന്റെ പോലും വലുപ്പം ഇല്ലാത്ത ICA-ലോട്ട് പോയി. ഓ. ICA 1 ലക്ഷം കാര്യങ്ങൾ ചെയ്യും ഒരു സമയം. അതെ. അന്ന് ഇത്രയും സാധനങ്ങൾ വേണം ഒരു റേഡിയോ കേൾക്കണമെങ്കിൽ. മാജിക് വാൽവിന്റെ ഒക്കെ വെട്ടം കുറയാനുള്ള കാരണം ഇത്രയും വർഷം പഴക്കമില്ലേ. അതെ. അപ്പൊ അതിനകത്തെ ഫ്ലൂറസെന്റ് ഒക്കെ കുറെയൊക്കെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വെട്ടം കുറവ് കണ്ടത്. അതൊരു പച്ച വെട്ടം വരും. കുറച്ചു നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വരും. ഏതായാലും വന്നതല്ലേ, ട്രാൻസിസ്റ്റർ റേഡിയോയും കൂടി എന്നാ ഒന്ന് കാണാം. ട്രാൻസിസ്റ്റർ റേഡിയോ പഴയ ഒരു അക്കായി ഇരിക്കും. ഒരു ആക്രിക്കട കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നു. 50 രൂപ കൊടുത്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുത്തി നോക്കട്ടെ. അന്ന് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചു. ഒരുപാട് വർഷമായിട്ട് ഇപ്പൊ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുവല്ലേ, പൊടി പിടിച്ച്. എന്നാ അത് റേഡിയോ? റേഡിയോ മാത്രമല്ല, ഇത് കാസറ്റ് പ്ലെയറും കൂടിയാണ്. പ്ലെയർ ഒന്നും ഇനിയിപ്പോ അതിന്റെ ബെൽറ്റ് ഒക്കെ പോയി കാണും. വർക്ക് ചെയ്യണമെന്നൊന്നും റേഡിയോ വർക്ക് ചെയ്യുന്നു. റേഡിയോ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. കേൾക്കുന്നുണ്ട്. ഇത് പ്രതീക്ഷയല്ല. 8-9 വർഷമായിട്ട് ഞാൻ ഇവിടെ മൂലയ്ക്ക് മാറ്റിയിട്ടേക്കുന്നത്. നമ്മുടെ സമയം ഇത് അന്ന് ഞാൻ നന്നാക്കി വെച്ചതാ. ഇതിന് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാല് AC/DC ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് വാൽവായിരുന്നു. വാൽവിന് നമ്മള് AC/DC ആക്കാൻ വാൽവുകളാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇതിനകത്ത് ട്രാൻസ്ഫോമറാ. അപ്പൊ ട്രാൻസ്ഫോമർ പോയതായിരുന്നു. അതിന് പകരം ഞാൻ നമ്മുടെ കോട്ടയത്തെ AK ഇലക്ട്രോണിക്സിൽ പോയി ഒരു 12 വോൾട്ടിന്റെ ട്രാൻസ്ഫോമർ ഒക്കെ മേടിച്ചോണ്ട് വന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്തുണ്ട്. എന്നിട്ട് അന്ന് കേൾപ്പിച്ചിട്ട് ഒരു 6-7 വർഷം മുമ്പ് മാറ്റി വെച്ചതാണ്. ഞങ്ങൾ വന്നോണ്ട് എടുത്തോണ്ടിട്ടാ. ഇതിങ്ങനെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും ഇതെല്ലാം. കാരണം ഇത്ര ഈ സാധനങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കി സൂക്ഷിച്ചു വെക്കണമെങ്കിൽ തന്നെ നമ്മുടെ സാധനം പോയാൽ ഓരോ ഡിഷിനകത്ത് ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കും. അതെല്ലാം ഓരോന്ന് ഇത് കണ്ടില്ലേ, സെറാമിക് കപ്പാസിറ്ററുകള് ഇത് കണ്ടോ. ഇതൊക്കെ കിട്ടാനില്ല ഇപ്പൊ. ഇതൊക്കെ കിട്ടിയപ്പോ ഞാൻ ഇത് ബൾക്കായിട്ട് മേടിച്ചു, ഒരു 50 എണ്ണമൊക്കെ ഇങ്ങനെ മേടിച്ചിങ്ങി വെച്ച്. എറണാകുളത്തുള്ള ഒരു കമ്പനിയുടെ. അപ്പൊ ചേട്ടാ താങ്ക് യു. അപ്പം വീണ്ടും കാണാം അല്ലേ?